തീഗോളമായി കത്തിയമർന്ന എയർ ഇന്ത്യ AI-171 വിമാനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേ ഒരാളാണ് ബ്രിട്ടീഷ് ഇന്ത്യക്കാരനായ വിശ്വാസ് കുമാർ രമേശ്. സുരക്ഷാവാതിലിന് സമീപമുള്ള സീറ്റിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസ്. ഇന്ത്യയിലുള്ള ബന്ധുക്കളെ സന്ദർശിച്ചതിനു ശേഷം സഹോദരൻ അജയ് കുമാർ രമേശിനൊപ്പം UK മടങ്ങുകയായിരുന്നു ദുരന്തം. വിശ്വാസിന്റെ സഹോദരനടക്കം വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരാളും ദുരന്തത്തെ അതിജീവിച്ചില്ല. വിമാനം പറന്നു പൊങ്ങി 2 മിനിറ്റിനകം നിയന്ത്രണം നഷ്ടമായി. അഹമ്മദാബാദ് നഗരത്തിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലേക്ക് ഇടിച്ചിറങ്ങി തീഗോളമായി നിന്നു കത്തി. അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ചിതറിക്കത്തിയ വിമാനത്തിൽ നിന്ന് ഒരേ ഒരാളുടെ അതിജീവനം. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തീരാദുഃഖവും കണ്ണീരുമായി അടയാളപ്പെട്ട ഇന്നലത്തെ ദിവസത്തിൻ്റെ ഏക ആശ്വാസം ജീവനോടെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശാണ്. എമർജൻസി എക്സിറ്റിന് തൊട്ടടുത്ത വിൻഡോ സീറ്റ് നമ്പർ 11A വിശ്വാസ് കുമാർ. വിമാനം താഴേക്ക് പതിക്കുന്നതിനിടെ പുറത്തേക്ക് തെറിച്ചു വീണു. തീനാളങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും അപ്പോഴും ജീവൻ വിടാതെ പിടയുകയായിരുന്ന ശരീരങ്ങൾക്കുമിടയിലൂടെ വിശ്വാസ് കുമാർ ഓടി. രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെട്ട വിശ്വാസിനെ അതിവേഗം ആംബുലൻസിലേക്ക് മാറ്റി. അഹമ്മദാബാദിലെ അശ്വര സിവിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പോക്കറ്റിൽ വിമാനത്തിൻ്റെ ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നു. മുഖത്തും നെഞ്ചിലും കാലിലും പരിക്കുണ്ട്. മനസ്സ് ഞെട്ടലിൽ തന്നെയാണ്. എന്നിട്ടും വിശ്വാസ് ഇത്രയും വിവരങ്ങൾ കൂടി രക്ഷാപ്രവർത്തകർക്ക് കൈമാറി. വിമാനത്തിൻ്റെ മുന്നിൽ മറ്റൊരു നിരയിൽ സഹോദരൻ അജയ് കുമാറും ഉണ്ടായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിന് ശേഷം വലിയ ശബ്ദം കേട്ടു. പിന്നാലെ വിമാനം താഴേക്ക് കൂപ്പുകുത്തി വീണു. കുടുംബാംഗങ്ങളെ കാണാൻ അവധിക്ക് ഇന്ത്യയിലെത്തിയതായിരുന്നു ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ്. യാത്രക്കാരെല്ലാവരും മരിച്ച വിമാനത്തിൽ അതിൻ്റെ അവസാന നിമിഷങ്ങളെപ്പറ്റി വിലപ്പെട്ട വിവരങ്ങൾ ലോകത്തോട് പറയാനെന്നോണം ഒരു വിലപ്പെട്ട ജീവൻ. വിശ്വാസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.